الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്ത്, അതിൻ്റെ 70-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്നവരാകണം, തഖ്വയുള്ളവരാകണം. വഖൂലു, നിങ്ങൾ സംസാരിക്കുകയും ചെയ്യണം. ഖൗലൻ സദീദ, സദീദായ ഖൗലുകൾ അഥവാ വാക്കുകൾ കൊണ്ട്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ, ആ നല്ല സംസാരങ്ങളും തഖ്വയും നല്ലതാക്കി മാറ്റും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും. ശേഷം അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ഇത്തിബാഅ് ചെയ്യുന്നതെങ്കിൽ, പിൻപറ്റുന്നതെങ്കിൽ, ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവർ അത്യുന്നതമായ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കുറെ നല്ല കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെയും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിലാദ്യമായി നമ്മളോട് അല്ലാഹു ആവശ്യപ്പെട്ടത് നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്നതാണ്. അപ്പൊ തഖ്വയെ കൊണ്ടുള്ള വസിയ്യത്തോടു കൂടിയാണ് നമ്മുടെ ജുമുഅ പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നത്. തഖ്വ എന്നുള്ളത് പണ്ട് മുതൽക്ക് തന്നെ കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമായതുകൊണ്ട് അതെന്താണ് എന്നുള്ളതിനെ നിർവചിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും മുസ്ലിം സമുദായം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഖ്വ എന്താണ് എന്ന് ചോദിച്ചാൽ തഖ്വ തന്നെയാണ് തഖ്വ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളുടെയൊക്കെ ചിന്തകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു നിർദ്ദേശങ്ങളായിരുന്നാലും ആ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വയ്ക്കുന്ന ഓരോരോ വാക്കുകൾക്കും പ്രായോഗിക അർത്ഥങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തഖ്വ എന്നുള്ളതിന്റെ പ്രായോഗികമായ ഒരു അർത്ഥം അതൊറ്റ വാക്കിൽ അതിനർത്ഥം പറയാൻ കഴിയില്ല. പ്രായോഗികമായിട്ട് തന്നെ നമ്മൾ അതിന് അർത്ഥം കൊടുക്കേണ്ടി വരും.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഓരോരോ പ്രവൃത്തികളും അവന്റെ ഉള്ളിലുള്ള ഉൾപ്രേരണകൾക്ക് അനുസൃതമായിട്ടാണ്. ഒരുവൻ ആരാണ് എന്ന് നിർവചിക്കേണ്ടത് അവന്റെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസൃതമാകണം എന്നുള്ളതാണ് മോഡേൺ സൈക്കോളജി ഇന്ന് വിശദീകരിക്കുന്നത്. ഞാൻ ആരാണ് എന്നറിയണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നിർവചിക്കേണ്ടത് എന്നർത്ഥം. നല്ല ചിന്തകളുമായിട്ടാണോ ഞാൻ സഞ്ചരിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളൊക്കെയും നല്ലതായിരിക്കും. മോശമായ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടുതലായും സ്ഥാനം പിടിച്ചിട്ടുള്ളതെങ്കിൽ എൻ്റെ പ്രവൃത്തികളൊക്കെയും മോശമായ പ്രവർത്തനങ്ങളായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും താല്പര്യങ്ങളുമാണ് നമ്മളുടെ ഉള്ളിൽ പ്രേരണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നാവണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ ഏത് രൂപത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി വ്യവച്ഛേദിക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. മോശമായതുണ്ടോ അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണെങ്കിലും പരിശ്രമിച്ചാൽ മനുഷ്യനെ കൊണ്ട് സാധ്യമാണ്. അതിനെ നീക്കം ചെയ്യണം. തഖ്വയെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ തഖ്വ എന്നുള്ളത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പദമാണ്. എൻ്റെ ഉള്ളിൽ പ്രേരണകൾ നൽകുന്നതിൻ്റെ പിന്നിലുള്ള ചാലകശക്തി എന്തൊന്നാണ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ ധാരാളം പ്രേരണകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സംഗതി ഞാൻ കണ്ടു, അത് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രേരണ ഉണ്ടാവും. എന്തോ ഞാൻ കേട്ടു, അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രേരണ ഉണ്ടാവും. എന്തോ ഞാൻ അനുഭവിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉള്ളിൽ പ്രേരണകൾ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾക്കും കേൾവികൾക്കും അനുഭവങ്ങൾക്കും അനുസൃതമായി നമ്മുടെ ഉള്ളിൽ വ്യത്യസ്തമായ പ്രേരണകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പ്രേരണയെയാണ് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. ഈ പ്രേരണ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രേരണ രൂപപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പൊ തഖ്വയുടെ പ്രായോഗികമായ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രേരണയ്ക്ക് ഭൗതികമായ ഇടപെടലുകളുണ്ടോ, താല്പര്യങ്ങളുണ്ടോ, സ്വഭാവമുണ്ടോ, നിറമുണ്ടോ ഉണ്ടെങ്കിൽ അത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒന്നല്ല എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്. മറിച്ച് എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്തനുഭവിച്ചാലും എൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രേരണകൾക്ക് അള്ളാഹുവിൻ്റെ താല്പര്യമാണ് 100% ഉള്ളതെങ്കിൽ ഞാൻ തഖ്വയുള്ള വ്യക്തിയാണ്. ആദരവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേളയിൽ തഖ്വയെ കുറിച്ച് വ്യാഖ്യാനിച്ചതും ആ രൂപത്തിലാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടിയായിരിക്കും ആ വഴികളിലൂടെയുള്ള നിന്റെ സഞ്ചാരം. കല്ലോ മുള്ളോ എൻ്റെ കാലുകളിൽ അപകടങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല, മുറിപ്പാടുകൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ആ സൂക്ഷ്മതയുടെ പിന്നിലുള്ള താല്പര്യം. കാരണം ഇതെനിക്കത് അപകടമാണ്, എനിക്കത് പ്രയാസകരമാണ്, അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി സഞ്ചരിക്കണം, ശ്രദ്ധിക്കണം, നന്നായി കാണണം, ശ്രദ്ധയുള്ളവനായിരിക്കണം, മനസ്സ് തുറന്നിരിക്കണം, എൻ്റെ കണ്ണും തുറന്നിരിക്കണം, കാതും തുറന്നിരിക്കണം. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു സഞ്ചാരം. ഈ നിലയ്ക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വ്യാഖ്യാനിച്ചത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രേരണകൾക്കു കാരണം അല്ലാഹ് മാത്രമാകണമെന്നർത്ഥം. എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന തോന്നലുകൾക്കും താല്പര്യങ്ങൾക്കും പിന്നിൽ അല്ലാഹ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നർത്ഥം. അതാണ് തഖ്വ. അല്ലാഹു അല്ലാത്തത് കടന്നു വരുമോ? 100% കടന്നു വരും. ഒന്ന് ഞാൻ എന്നുള്ള ഭാവം. കഴിഞ്ഞ ആഴ്ചയും 1-2 ആഴ്ചകളിലായി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ഇലാഹ് തന്നെയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത്. ഒരു വിഗ്രഹം പോലെ,
ഒരു ഖബർ പോലെ, ഏതെങ്കിലും വ്യക്തികളെ പോലെ, അങ്ങനെയുള്ള എന്തിലേക്കും നിന്റെ ആരാധനകൾ കടന്നു ചെല്ലുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഒരു പക്ഷെ നീ ആരാധിച്ചേക്കാവുന്ന ഒന്നാണ് നിന്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം. ആ ഞാൻ എന്ന ഭാവത്തെയും അങ്ങനെ എൻ്റെ ഉള്ളിൽ പ്രേരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സകലമാന സംഗതികളെയും എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ നീക്കം ചെയ്യേണ്ടുന്ന ഒരു തത്വത്തെയാണ്, അതിന്റെ പ്രായോഗികവൽക്കരണത്തെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ശുദ്ധശൂന്യമാണ്. ഇനി അതിലുണ്ടാകേണ്ടത് ആരാണ്? അള്ളാഹ് മാത്രമാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞ ഒരു ഇലാഹുമില്ല. വിഗ്രഹങ്ങളില്ല, മനുഷ്യന്മാരില്ല, താല്പര്യങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല, കച്ചവടമില്ല, സമ്പത്തില്ല, ഭരണകൂടമില്ല, ഭരണാധികാരങ്ങളില്ല, താല്പര്യങ്ങളില്ല, അംഗീകാരങ്ങളില്ല, സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങളില്ല എന്ന് തുടങ്ങി ഭൗതികതയോട് ചേർന്ന് നിൽക്കാവുന്ന ഒന്നും, ഒരു സംഗതികളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധശൂന്യമാക്കി വെക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ലാ ഇലാഹ് എന്ന് പറയുന്നത്. ഒരു ഇലാഹും ഇല്ല, ഒന്നുമില്ല. ശേഷം ഇല്ലല്ലാ, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരാളെ നോക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഒരാളോട് സഹകരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് ഈ രൂപത്തിലൊക്കെ ഇടപെടാനുള്ള കാരണം, അതിന്റെ പിന്നിലുള്ള പ്രേരണ അള്ളാഹ് മാത്രമാണ്. അള്ളാഹ് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ഭാര്യയോടെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി ഭാര്യയോട് അള്ളാഹ് പറഞ്ഞതുപോലെ പെരുമാറുന്നു. നിന്റെ മക്കളോട് ഈ രൂപത്തിലൊക്കെ ആയിരിക്കണം നീ പെരുമാറേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞത് കൊണ്ട് എൻ്റെ ഉള്ളിൽ മറ്റുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം എല്ലാ ഇലാഹുകളെയും ഞാൻ ഇറക്കി വിട്ടല്ലോ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു പ്രേരണയില്ല, ഒരു താല്പര്യങ്ങളും ഇല്ല. എൻ്റെ ഉള്ളിൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഇനി അള്ളാഹുവിന്റെ താല്പര്യം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്തതൊന്നും കടന്നു വരാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ ബദ്ധശ്രദ്ധനായി മാറണം. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്തുമാത്രം നീ ശ്രദ്ധിക്കും, അപകടം സംഭവിക്കാതിരിക്കാൻ എന്തുമാത്രം നീ ശ്രദ്ധിക്കും. ഇപ്പൊ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് മുജ്രിമീങ്ങളായ ആളുകളോട് സംസാരിക്കുന്ന ഒരു ഭാഗം ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആദം സന്തതികളെ, പിശാചിനെ ആരാധിക്കാതിരിക്കണം എന്നുള്ള ഒരു കരാറല്ലായിരുന്നോ നമുക്കിടയിൽ ഉണ്ടായിരുന്നത്? പിശാചിനെ ആരാധിക്കാതിരിക്കാൻ, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഹദാ സിറാത്തും മുസ്തഖീം, അതാണ് ശരിയായ ഇസ്തിഖാമത്തിന്റെ സിറാത്തിന്റെ വഴി എന്നല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു കരാർ നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? പിശാചിനെ ഇബാദത്ത് ചെയ്തു. പിശാചിനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്നുള്ളതും പിശാചിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതാണ് നമ്മൾ ഹവ എന്നുള്ള വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. വലിയൊരു വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ടോ മുസ്ലിം ലോകത്ത് കാര്യമായി ഈ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യരുത്, അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഖബറാളികളെ ആരാധിക്കാൻ പാടില്ല, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അതും പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ ഷിർക്കുൽ അക്ബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി എന്തെങ്കിലും നിർബന്ധ ബുദ്ധി വ്യക്തിപരമായി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം നിർദ്ദേശങ്ങൾ അവഗണിക്കുകയുള്ളൂ. അത് അവനും അവന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവഗണിച്ചേക്കുക, പറഞ്ഞു കൊടുക്കുക, ബോധ്യപ്പെടുത്തുക, അവഗണിച്ചേക്കുക. അതാണ് ഖുർആൻ പറയുന്ന ശൈലി. പറഞ്ഞു കൊടുക്കണം, ബോധ്യപ്പെടുത്തണം, വീണ്ടും 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 അതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. അത് അവഗണിച്ചേക്കുക. അവൻ അവന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നുമല്ല എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. ഷിർക്കുൽ അക്ബർ അല്ല എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗറാണ്. എന്താണ് ഷിർക്കുൽ അസ്ഗർ? സ്വന്തം ഹവയെ തന്നെ ഇലാഹാക്കുന്ന ഭീകരമായ ഒരു അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അവനിൽ പിന്നീട് സംഭവിക്കുന്നതൊക്കെ ഷിർക്കുൽ അസ്ഗർ ആയിരിക്കും. ഷിർക്കുൽ അസ്ഗർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അത് റിയ ആണെന്ന് പറഞ്ഞു. റിയ, എന്താണ് റിയ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് മാന്യമായ രൂപത്തിൽ സംസാരിച്ചു, മക്കളോടൊക്കെ മാന്യമായ രൂപത്തിൽ സംസാരിച്ചു. എപ്പോഴാണ്? ഒരതിഥി എൻ്റെ വീട്ടിൽ പുറത്തിരിക്കുമ്പോഴാണ്. ആ അതിഥി പോയി കഴിഞ്ഞാലോ പിന്നെ എൻ്റെ സംസാരം മോശമായ രൂപത്തിലായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ അള്ളാഹു പറഞ്ഞ സംസാര ശൈലിക്ക് എതിരായ രൂപത്തിലുള്ള ഒരു സംസാര ശൈലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേട്ടു, ഞാൻ ഉടൻ തന്നെ എൻ്റെ സംസാരത്തെ അടക്കി, ഞാൻ മാന്യനായി. അപ്പൊ ആ വ്യക്തി വന്നത് കൊണ്ട് ആ വ്യക്തിയുടെ മുന്നിൽ എൻ്റെ മാനം കാക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ മാന്യനായി മാറി എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് മാന്യനായി മാറിയത്? ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാ വ്യക്തിക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ, എനിക്ക് ചില മാന്യതയും ചില അന്തസ്സും ഒക്കെ സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതെന്റെ താല്പര്യമാണ്. അവിടെ ഹവായാണ് ഒന്നാമത്തെ ഇലാഹായി മാറുന്നത്. അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ? അല്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മാന്യത കാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചില മാന്യമായ ചില ശൈലികളും ചില നല്ല സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, അത് ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ആത്യന്തികമായ താല്പര്യം എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇലാഹ് ഹവയായി മാറുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് തഖ്വയുടെ തലമല്ല, തഖ്വയുടെ അവസ്ഥയില്ല, തഖ്വയില്ല അവിടെ. തഖ്വയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു മുത്തഖിയല്ല എന്നർത്ഥം. അതാണ് ഖുർആൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഹദീസും അതിനെ വിശദീകരിക്കുന്നു. എത്ര സുന്ദരമാണ്, എത്ര വ്യക്തതയുള്ളതാണ്. പിന്നെന്തിനാണ് അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകുന്നത്? അള്ളാഹു അല്ലാത്ത സകലമാന ഇലാഹുകളെയും എന്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ? അതാണ് ചോദ്യം. സാധിക്കുമോ ഇല്ലയോ? ഇൻഷാ അള്ളാഹ് സാധിക്കും. എങ്കിൽ ഇൻഷാ അള്ളാഹ് നിനക്കൊരു മുത്തഖിയാകാൻ സാധിക്കും. അല്ല എന്നാലും അങ്ങനെയാണല്ലോ, ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും അല്ല ശരിയാണ് നിങ്ങൾ പറയുന്നത്, എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും ഒക്കെ അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമോ? ഒരാളിന് സംശയം ഉണ്ടായി, ഉറപ്പില്ല, ഈമാൻ ഇല്ലെന്നതിന്റെ അർത്ഥം. അയാൾ ആ വിഷയത്തിൽ സംശയമുള്ളവനായി മാറി. ഇനിയിപ്പോ നിന്റെ സംശയം തീർക്കാതെ ഒരു നിലയ്ക്കും നിനക്കൊരു മുത്തഖിയാകാൻ സാധ്യമല്ല. അതാണ് ആദരവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു പ്രത്യേകതയായി ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും പോയി പറഞ്ഞാൽ സംശയമില്ല, അപ്പോ തന്നെ ഉൾക്കൊള്ളുകയാണ്. ശരിയാണ്, ഇതാണ് ശരി. അള്ളാഹ് പറഞ്ഞതാണോ? അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? അതെ. എന്നാ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം മാത്രമാകണം. പ്രിയമുള്ളവരെ, തഖ്വ എന്താണെന്ന് മനസ്സിലാക്കിയാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് ആദ്യം തഖ്വ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത് കാര്യങ്ങളെ മനസ്സിലാക്കണം. നല്ല ബോധം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ തഖ്വയുള്ളവരാകുവിൻ. രണ്ടാമത്തെ വിഷയം വഖൂലു ഖൗലൻ സദീദ. നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. സദീദായ ഖൗലുകൾ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഖുർആന്റേതായിട്ടുള്ള ഭാഷയിൽ പറയാം. എന്താണ് സദീദായ ഖൗല്? സൂറത്ത് യാസീൻ ഒരുവിധം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ. അതിന്റെ തുടക്ക ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. കാഫിരീങ്ങളായ ആളുകളുടെ മനഃശാസ്ത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അവരുടെ അവസ്ഥയാണ്. സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു തടസ്സം അവരുടെ മുന്നിലും പിന്നിലും ഒക്കെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തടസ്സം. ഈ സദ് എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തടസ്സം എന്നർത്ഥമുണ്ട്, അണക്കെട്ട് എന്നർത്ഥമുണ്ട്. നമുക്കറിയാം, അതിശക്തമായ രൂപത്തിൽ ഇങ്ങനെ കുതിച്ചു വരുന്ന ജലത്തെയൊക്കെ തടഞ്ഞു നിർത്താൻ നമ്മൾ കെട്ടി നിർത്തുന്ന അണക്കെട്ട് എന്നർത്ഥമുണ്ട് സദ്ദിന്. അതുപോലെ തന്നെ തടസ്സം നിലകൊള്ളുന്ന മലകൾ. ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥകളെ നിർണ്ണയിക്കുന്ന വിഷയത്തിൽ സഹ്യപർവ്വതം പോലുള്ള പർവ്വതങ്ങളുടെ ഇടപെടലുകൾ കാലാവസ്ഥാ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം. കാരണം എന്തോ ഒരു ശക്തി ഇങ്ങനെ കടന്നു വരുമ്പോ അത് കാറ്റാകാം, മറ്റുള്ള പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആകാം, അതിനെയൊക്കെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന മല പോലെയോ
അതിശക്തമായ ജലത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന, മലവെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന അണക്കെട്ട് പോലെയോ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സത്തിനാണ് സദ് എന്ന് പറയുന്നത്. അതേ പ്രയോഗത്തെ മുൻനിർത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഖൂലു ഖൗലൻ സദീദ. സദീദായിരിക്കണം, സദ്ദുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാഴ്ച കണ്ടു, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാനൊരു സംസാരം കേട്ടു, അത്ര തൃപ്തികരമല്ല, എന്റെ ഉള്ളിൽ നിന്നും വൈകാരികമായ വളരെ മോശപ്പെട്ട ചില വികാരങ്ങൾ പറഞ്ഞു പൊങ്ങി. അപ്പൊ ആ വികാരത്തിന് തടസ്സം സൃഷ്ടിക്കാതെ ആ വന്നതിനെ അതേപടി എടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര ശൈലിയെ കുറിച്ച് ചരിത്രത്തിലൂടെ ധാരാളം കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. വളരെ സൂക്ഷ്മതയുള്ള സംസാര ശൈലി. ആരെന്ത് മോശത്തരം പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാര ശൈലി വളരെ മാന്യതയുള്ളതായി. ആ ഒരു ശൈലിയെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അത് റസൂലല്ലേന്ന് ചോദിച്ചാൽ തീർന്നു. എന്നാ പിന്നെ റസൂലിന് മാത്രം സ്വർഗത്തിൽ പോയാൽ മതി, എനിക്ക് സ്വർഗത്തിൽ പോണ്ടെന്ന് അതിന്റെ അർത്ഥം. സഹാബത്തിന്റെ ചരിത്രം പറയുമ്പോൾ അത് സഹാബത്തിനെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നീ എന്നാ നരകത്തിൽ പോയിക്കോ. എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാ പിന്നെ നീ നരകത്തിൽ പോകാൻ തയ്യാറായിക്കോ. പ്രവർത്തനങ്ങളെ കുറിച്ചും നന്മകളെ കുറിച്ചും അമലുകളെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും വേണ്ടി മാത്രം പലപ്പോഴും ഞാൻ പരിമിതപ്പെടുത്താറുണ്ട്. എങ്കിൽ അവർ മാത്രം സ്വർഗത്തിൽ പരിമിതപ്പെടട്ടെ എന്നുകൂടി ഞാനൊന്ന് വിശദീകരിക്കേണ്ടി വരും. അത് പറ്റില്ല, സ്വർഗത്തിൽ എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിഷയത്തിൽ സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പോരാ, ഞാനും കൂടി വേണം. എങ്കിൽ നീയും കൂടി എന്ത് ചെയ്യണം? അവരുടെ നല്ല സ്വഭാവങ്ങളെയും ശൈലികളെയും പെരുമാറ്റങ്ങളെയും സമീപനങ്ങളെയൊക്കെ സ്വീകരിക്കേണ്ടി വരും എന്നർത്ഥം. ഇതാ ഖുർആൻ എന്നോട് പറയുന്നു, ഹദീസ് എന്നോട് പറയുന്നു. അത്തരം ചില പിന്തിരിപ്പ നയങ്ങളെയൊക്കെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാനും വ്യവച്ഛേദിക്കാനും കഴിയുന്ന ഒരു ലോകത്തേക്കാണ് നീ പോകേണ്ടതെന്നാണ് ഖുർആൻ എന്നോട്, ഹദീസ് എന്നോട് വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കണം, നല്ല ബോധം നൽകി നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ സംസാരിക്കുമ്പോൾ നിന്റെ വികാരങ്ങളെ തടയിട്ടുകൊണ്ട് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ. മുഅ്മിനീങ്ങളോട് അള്ളാഹു നൽകുന്ന അതിശക്തമായ കൽപ്പനയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം എന്നല്ല പറഞ്ഞത്, അങ്ങനെ പാടുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഫർളാണെന്നർത്ഥം. അള്ളാഹ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമസ്കാരത്തെ ഫർളാക്കി. നമസ്കരിച്ചേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം നമ്മളിവിടെ എടുത്തു. പക്ഷെ സംസാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ തന്നെ ഫർളാക്കിയില്ല, അതിനെ സുന്നത്തായിട്ട് നമ്മൾ ഭേദഗതി വരുത്തി. ഗവൺമെന്റ് നിയമപരമായ വിഷയങ്ങളിലോ പൗരത്വ പ്രശ്നങ്ങളോ ഭേദഗതി വരുത്തിയാൽ നമ്മളെല്ലാം ടൗണിലേക്കോ തെരുവിലേക്കോ ചാടി ഇറങ്ങും. ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ഭേദഗതി വരുത്തിയാൽ നമുക്കൊരു കുഴപ്പമില്ല. അതെന്താ അങ്ങനെ ഒരു രണ്ടാം കിട നയം സ്വീകരിക്കാനുള്ള കാരണം? ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയി? എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ കിട്ടിയേ പറ്റൂ എന്നുള്ള വിഷയത്തിൽ ഞാൻ വാശി പിടിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഭേദഗതി വരുത്തുന്നു. ഇതൊരു രണ്ടാം കിട നയമാണ്. അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, നീ എന്ത് ചെയ്യണം? തടയിട്ടുകൊണ്ട് സംസാരിക്കണം. നിന്റെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങളുണ്ട്, സമ്മതിച്ചു. നിനക്കൊരുപാട് താല്പര്യങ്ങളുണ്ട്, നിന്റെ ഹവായുണ്ട്, സകലമാന താല്പര്യങ്ങളും നിന്റെ ഉള്ളിൽ അങ്ങനെ കടന്നുകൂടിയിരിക്കുകയാണ്. ഒരു ഇലാഹി സമ്മേളനം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100 എന്നല്ല 1000കണക്കിന് ഇലാഹുകളുടെ സർവ്വസമ്മേളനമായിരിക്കും നിന്റെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാവുക. എന്റെ അവസ്ഥയെക്കുറിച്ച് ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ സൂചിപ്പിക്കുന്നുവെങ്കിൽ ആ ഇലാഹുകളെ എല്ലാം പോറ്റി വളർത്തി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ ആരെങ്കിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞുകൊണ്ട് മരണപ്പെടാൻ കഴിയുമെന്നാണോ അതിന്റെ അർത്ഥം? എന്റെ ഉള്ളിൽ മുഴുവൻ ഇലാഹുകളാണ്. പിന്നെ എങ്ങനെയാ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുക മരണത്തിന്റെ വേളയിൽ? അപ്പൊ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള സകലമാന ഇലാഹുകളെ നീക്കം ചെയ്യും. ആ നിലയ്ക്കൊരു മുത്തഖിയായി തഖ്വയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് സംസാരിക്കാൻ കഴിയും. അവിടെ എന്റെ വികാരങ്ങൾ പറഞ്ഞു പൊങ്ങുമ്പോ അതിനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം എനിക്ക് സംസാരിക്കാൻ സാധിക്കും എന്നാണ്. അയാളുടെ സംസാരം കുറച്ച് മോശമാണ്.
വെറുപ്പിക്കുന്നതാണ്, തർക്കമുണ്ടാക്കുന്നതാണ്, പകയുണ്ടാക്കുന്നതാണ്. ഒക്കെ ശരിയാണ്. അത് അയാളുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ എൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വികാരങ്ങളെ തടയിട്ടുകൊണ്ട് വളരെ മാന്യമായ രൂപത്തിൽ ശ്രദ്ധയോടുകൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. സംസാരത്തിന്റെ നിയമത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കും. മുസ്ലിം സമുദായം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള വിഷയം സ്വകാര്യമായ നമ്മുടെ ചിന്തകൾക്ക് വിടുകയാണ്. പ്രിയമുള്ളവരെ, സംസാരം എന്നുള്ളൊരു വിഷയം നമുക്കിടയിലൊന്നും അത്രയൊന്നും ഗൗരവതരമല്ലെങ്കിൽ ലോകത്ത് വലിയ ഗൗരവമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് സംസാരം എന്നുള്ള വിഷയം മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനൊരു കനേഡിയൻ സൈക്കോളജിസ്റ്റാണ് അതിനുള്ള കാരണം. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എറിക് ബേൺ എന്നാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അദ്ദേഹം 35 വർഷം കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയി 35 വർഷത്തെ ദീർഘകാല പരിശ്രമ ഗവേഷണ പഠനങ്ങൾ നടത്തി. തുടർന്ന് അദ്ദേഹം ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന പേരിൽ ഒരു സൈക്കോളജിക്കൽ തിയറി ഫോം ചെയ്യുകയും അത് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നും വിദ്യാഭ്യാസ മേഖലകളിലും കച്ചവട മേഖലകളിലും മറ്റ് എല്ലാ മേഖലകളിലും വളരെ ആധികാരികമായ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന TA സൈക്കോളജി. എന്നാലോചിച്ച് നോക്കുക, എന്തുമാത്രം പ്രാധാന്യം ലോകത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അധ്യാപകർ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ആ പരിശീലനം കൊടുക്കുന്നത്. സ്കൂൾ തലങ്ങളിൽ പരിശീലനം കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം. ഇപ്പൊ കുടുംബജീവിതം, ഇപ്പൊ ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ ലോകത്ത് നടക്കുമ്പോൾ ധാരാളം ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങളാണ്, മക്കൾ വഴിതെറ്റി പോകുന്ന പ്രശ്നങ്ങളാണ്. എന്താ കാരണം? പലപ്പോഴും പിതാവായ ഞാനാണ് കാരണമെന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള ഈ ഒരു ഡോക്ടർ എറിക് ബേണിന്റെ തിയറി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനാണ് കാരണം, എന്റെ മക്കൾ വഴിതെറ്റി പോകാനുള്ള കാരണം ഞാനാണ്, എന്റെ മോശമായ സംസാരമാണ്. അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങി നിൽക്കാനുള്ള കാരണം ഞാനാണ്, എന്റെ പല സമയത്തുമുള്ള വെറുപ്പുളവാക്കുന്ന സംസാരമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നന്നാകണം, ഞാൻ എന്നെ നന്നാക്കണം. എന്റെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ കൃത്യതയോട് ഞാൻ സംസാരിക്കണം. അതിനെന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്ന 3 തരം വൈകാരിക തലങ്ങളെ കുറിച്ചാണ്. ഒന്ന് പാരന്റിങ് ഈഗോ സ്റ്റേറ്റ്, മറ്റൊന്ന് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, മറ്റൊന്ന് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഈ 3 ഈഗോ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് നമുക്ക് പ്രേരണകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുള്ള പ്രേരണ എന്നുള്ളത് വെറുപ്പുളവാക്കുന്ന സംസാരമായി, വെറുക്കുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലിയാണ്. അതിൽ നിന്നും ഉണ്ടാകുന്ന സംസാരത്തിന്റെ ശൈലി എന്നുള്ളത്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നോ മറ്റുള്ളവരെ കളിയാക്കുക, അതിൽ രസിക്കുക, ആ രൂപത്തിലുള്ള ഒരു പ്രേരണയാണ് ഉണ്ടാവുക, ഉൾപ്രേരണയാണ് ഉണ്ടാവുക. ഇത് രണ്ടും നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുന്നത് നമുക്ക് ഇഷ്ടമാണോ? നമ്മൾ വെറുക്കുന്ന കാര്യമാണ്. നമ്മളെ ആരെങ്കിലും അകാരണമായിട്ട് കളിയാക്കുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതും വെറുപ്പാണ്. പിന്നെ എന്താ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? നമ്മളെ അംഗീകരിക്കുന്ന വളരെ മാന്യമായ സംസാര ശൈലി. അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് മാത്രമേ സംഭവിക്കൂ എന്നാണ് ഡോക്ടർ എറിക് ബേൺ വ്യക്തമാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഉള്ളിൽ ഈ 3 തരം ഈഗോ സ്റ്റേറ്റുകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ പാരന്റ് ഈഗോ സ്റ്റേറ്റിനെയും ഞാൻ തടയിടണം, സദ്ദുകൾ സൃഷ്ടിക്കണം, തടസ്സവാദങ്ങൾ ഉണ്ടാക്കണം, അണക്കെട്ടുകൾ നിർമ്മിക്കണം. എന്നിട്ട് ഈ അഡൽട്ടിൽ നിന്ന് മാത്രം എന്ത് ചെയ്യണം? ആ ഒരു പ്രേരണ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ എന്റെ സംസാരം കേൾക്കുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. ഞാൻ എല്ലാവരെയും പരിഗണിച്ചിട്ടായിരിക്കും സംസാരിക്കുക. അയാൾ ഇന്ന പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ തഴുകി തലോടി മാത്രമേ ഞാൻ സംസാരിക്കൂ. എന്റെ സംസാരം തഴുകുന്ന രൂപത്തിലായിരിക്കും, തലോടുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്നോടൊരു സ്നേഹം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. എന്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ എന്റെ മോൻ വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ട് കടന്നു ചെല്ലുന്നത്. അപ്പോഴോ ഒരു കടന്നാക്രമണം ഞാൻ നടത്തിയിട്ടില്ല. കാരണം എന്റെ പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നോ ഒരു പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ തെറ്റിനെ ഞാൻ ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് അവൻ ഈ തെറ്റ് ചെയ്യുന്നത് എന്നതിനെ ഞാൻ മനസ്സിലാക്കിയിട്ട് അവനോട് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കേണ്ടി വരും. ഇതാണ്
ഒരർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, കാരണം ഖുർആനെയും ഹദീസിനെയും വിശദീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള വൈജ്ഞാനിക ലോകത്തോട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സയൻസിനോടും ഇവിടുത്തെ ഫിലോസഫിയോടും ഒക്കെ ആ ഒരു ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മേഖലയിൽ ആരൊക്കെ പണിയെടുക്കാൻ തയ്യാറാകുന്നുവോ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയുമാണ്, ഹദീസിനെയുമാണെന്നർത്ഥം. നമ്മൾ ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ എറിക് ബേൺ 35 വർഷക്കാലം അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയ രൂപത്തിൽ പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടാവണം എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല റിസൾട്ട് പറഞ്ഞു തരികയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പാരന്റ് ഈഗോ സ്റ്റേറ്റിനെയും അഡൽട്ട് ഈഗോ, നിങ്ങളുടെ എന്താണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെയും തടയിട്ടുകൊണ്ട് വളരെ പക്വതയോടുകൂടി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അവിടെ സൂക്ഷ്മത ആവശ്യമാണെന്ന് പറഞ്ഞു, സൂക്ഷ്മത ആവശ്യമാണെന്ന് പറഞ്ഞു. അള്ളാഹു മാത്രമേ എന്റെ ഉള്ളിൽ പ്രേരണയായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. എന്റെ ഭാര്യയോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. എന്താ കാരണം? അതെന്റെ കുഴപ്പമാണ്. ഞാൻ അവളൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ, എങ്കിൽ പോലും അവളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൽപ്പന തന്നു കഴിഞ്ഞു. എന്റെ മക്കളോട് എങ്ങനെ സംസാരിക്കണം, എന്റെ അയൽവാസിയോട് എങ്ങനെ സംസാരിക്കണം, എന്റെ നാട്ടുകാരോട് എങ്ങനെ സംസാരിക്കണം, പാവങ്ങളോട് എങ്ങനെ സംസാരിക്കണം, പണക്കാരോട് എങ്ങനെ സംസാരിക്കണം, എന്റെ ജോലിക്കാരോട് എങ്ങനെ സംസാരിക്കണം, എന്റെ ബോസിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം നിന്റെ പെരുമാറ്റവും സംസാരവും ശൈലിയും ഒക്കെ. അങ്ങനെയെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ എല്ലാ അമലുകളെയും നന്നാക്കി തരാം. അള്ളാഹുവിന്റെ വഅദയാണ്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും. എൻ്റെ മക്കളോട് സംസാരം വളരെ പക്വതയോടുകൂടിയാണ്, തടയിട്ടുകൊണ്ട് എൻ്റെ വികാരങ്ങളെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് എങ്കിൽ എൻ്റെ മക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ പോലെയായി മാറും, എൻ്റെ ഭാര്യയും ആ രൂപത്തിലായി മാറും, എൻ്റെ മാതാപിതാക്കൾ ആ രൂപത്തിലായി മാറും, എൻ്റെ സഹോദരങ്ങൾ ആ രൂപത്തിലായി മാറും. ഒരു കുടുംബജീവിതം തന്നെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറും. അവിടെ എൻ്റെ എല്ലാ അമലുകളും ഇസ്ലാഹിൽ എന്നുള്ളൊരവസ്ഥയിലേക്ക്, അഥവാ നല്ല ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിനോട് കൂടി എന്താണ്, എൻ്റെ ഈ നല്ല പെരുമാറ്റങ്ങൾ, ഈ ഒരു സംസാരം തന്നെ ഇബാദത്തായി മാറുകയാണ്. സംസാരത്തെ ഇബാദത്താക്കി മാറ്റുകയാണ്. അള്ളാഹ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ രൂപത്തിൽ സംസാരിക്കുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് വ്യത്യസ്തമായ പല വികാരങ്ങളും പറഞ്ഞു പൊങ്ങുന്നുവെങ്കിൽ പോലും ആ വികാരങ്ങളെയൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, തടയിട്ടുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി മാത്രം അങ്ങേയറ്റം തഖ്വയോടുകൂടി മറ്റുള്ള യാതൊരു പ്രേരണകളും എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സംസാരം പോലും എന്തായി മാറുന്നു, ഇബാദത്തായി മാറുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക. ഒരുപാട് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എങ്ങനെയാണ് ഒരു മുസ്ലിം സംസാരിക്കേണ്ടത് എന്നുള്ള വിഷയം. നിസ്സാരമായൊരു വിഷയമല്ല. അതുമായി ബന്ധപ്പെട്ട ഖുർആൻ ആയത്തുകളും ഹദീസുകളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായൊരു പഠനമായിട്ടാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു അതിനുള്ള ശരിയായ തൗഫീക്ക് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി എല്ലാവരോടും പെരുമാറാനും നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളെയും സംസാരങ്ങളെയും ഒരു ഇബാദത്താക്കി മാറ്റി നാളെ പരലോകത്ത് വലിയ പ്രതിഫലത്തിന് അർഹമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാനുള്ള നല്ല തിരിച്ചറിവും ബോധവും നൽകി നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലുകൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും സമാശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ ഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജയിലിലകപ്പെട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന കുടുംബാദികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വബറും സമാശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ ഇസ്സത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.